ഹലോ, ഹായ്, നമസ്കാരം. അപ്പം നമ്മുടെ ജസ്ന താത്തയുടെ വീഡിയോ കണ്ടു. അപ്പോൾ എൻ്റെ അമ്മേനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഞാനൊക്കെ മക്കളെ ഉപേക്ഷിച്ചതാണ്. ആയിക്കോട്ടെ, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തായാലും 11 ലക്ഷത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. മറ്റേ കൊയിലാണ്ടി സഹോ പറയുന്നില്ല, സുസു പറയുന്നില്ല ഞാനിതൊന്നും. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചോദിച്ചതിനല്ല നീ മറുപടി പറയുന്നത്. എൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടാണ് നീ മറുപടി പറയുന്നത്. എടി, ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ എന്താ കൃത്യമായിട്ട് ചോദിച്ചത്? നിനക്ക് ഈ മറ്റേ ഡോക്ടറെ കെട്ടിയിട്ട് പീഡിപ്പിച്ചതല്ലാതെ വേറൊരു കേസ് ഉണ്ടോയെന്ന്. അതിനൊന്നും മറുപടി പറയാതെ നീ നിൻ്റെ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു, ഇതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിന്നെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ 2006? പിന്നെ നീ പല ആൾക്കാരുടെ പേരിലും കേസ് കൊടുത്ത ഡീറ്റെയിൽ, അതായത് നീ പറയുന്നുണ്ടല്ലോ ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ കൊടുത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഞാനിപ്പോൾ കടയല്ല, ഇനി എങ്ങനെ മേടിച്ചു കഴിഞ്ഞാലും അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ മേടിക്കുന്നത്. മനസ്സിലായിനാ? ഇനിയിപ്പോൾ കടം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമാരോട് മൊത്തം ഞാൻ കടം മേടിക്കും. ഇനിയിപ്പോൾ എല്ലാ ആൾക്കാരോടും ഞാൻ മേടിക്കും. പിന്നെ ഇവനിപ്പോൾ നീ പറയുന്നുണ്ടല്ലോ ജോലിയും കൂലിയും ഒന്നുമില്ല, അത് ഞാനങ്ങ് ക്ഷമിച്ചു ജസ്ന, ക്ഷമിച്ചു. പിന്നെ ഇവിടെയുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യം ഒന്നും നീ നോക്കണ്ട. നീ നിൻ്റെ ഉപ്പാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ നിൻ്റെ കേസിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നില്ലൂ. വീട്ടിലെ ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട്? അത് എൻ്റെ സംസ്കാരം. ഞാൻ പറയുന്നത് എൻ്റെ സംസ്കാരമാണ്, നീ പറയുന്നത് നിൻ്റെ സംസ്കാരം. അതായത് വെറും 9ാം ക്ലാസ് തറയുടെ സംസ്കാരം. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഡിഗ്രിയാണ്. ആ നോളജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ സംസ്കാരത്തിനെ പറ്റിയിട്ട്. മനസ്സിലായിനാ? നീ നിൻ്റെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ നീ നിൻ്റെ ഉമ്മ ചെയ്യുന്ന അതേ പ്രവൃത്തി നീ മറ്റുള്ള ലേഡീസിനെ കാണുമ്പം പറയുന്നു. അതാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഞാനിനി എങ്ങനെ നോക്കുന്നു, ഇനി ഇവന് വേറൊരു കുട്ടി വേണോ, ഇതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നീയല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞാൻ എന്നെ വേറൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അബോഷനാക്കിയ ഒരു കഥ ഞാൻ കേട്ടു. എനിക്ക് വയ്യ, ഞാനത് കേട്ട് ഞെട്ടിപ്പോയി സത്യം. ആ വിവരമൊന്നും നമ്മളെ ടീമൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് പറയണോ വേണ്ടിയോ ഇരിക്കുന്നതാണ്. എന്തായാലും കാലം കൊണ്ട് തെളിയിക്കാം നമുക്കതൊക്കെ. അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് നോക്കാം അത് എവിടം വരെ പോകുന്നുള്ളത്. എന്തായാലും പ്രധാനമന്ത്രീൻ്റെ പിന്നെ കയ്യിൽ ഫോട്ടോ കൊടുത്തത് കൊണ്ടൊന്നുമല്ല നീ ആയത്. മനസ്സിലായില്ല? നീ ആയത് എപ്പോഴാണ് എന്നുള്ളത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് നീ ആയത് എന്നുള്ളത്.